മഴ തോരും മുമ്പേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന പുറത്തിറങ്ങിയ ശേഷം നമ്മുടെ രോഹിത്തിനെ പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണുള്ളത്. അതിനു വേണ്ടിയിട്ട് അലീന നമ്മുടെ ശരണ്യയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് അലീനയുടെ മനസ്സിൽ വളരെയധികം ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ശരണ്യയുടെ വീട്ടിലെത്തുന്ന സമയത്ത് അവർ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളതൊന്നും അറിയത്തില്ലല്ലോ. അതിനുകൊണ്ട് വളരെ ടെൻഷനോട് കൂടിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. പക്ഷേ അവിടെ എത്തിയ ഉടനെ ആദ്യമൊക്കെ ശരണ്യയുടെ അച്ഛനും അമ്മയും എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഇനിയും ഞങ്ങളെ നാണം കെടുത്താനാണോ, എൻ്റെ മോൾക്ക് ഈ വലിയ ഒരു ആപത്ത് വന്നത് നിൻ്റെ അവിടുത്തെ ആ പയ്യൻ കാരണമാണ്, നീയും എന്തിനാ വന്നത്, നിങ്ങളൊക്കെ കൂടിയിട്ടായിരിക്കുമല്ലേ ഇതൊക്കെ നടത്തിയത് എന്നൊക്കെ പറയുമ്പോൾ, എന്താ നിങ്ങളീ പറയുന്നത്, ഞാനും ഒരു പെൺകുട്ടിയല്ലേ, പിന്നെ എന്നെയും ഇതിനെ ചൊല്ലി പോലീസ് സ്റ്റേഷനിലൊക്കെ ആക്കിയിരുന്നു, ഇപ്പോഴാണ് ഞാൻ നിരപരാധിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് അവർ വിട്ടയച്ചത്, എന്നെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പോരാടിയിരുന്നു. അപ്പോൾ ശരണ്യയെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനും എനിക്ക് ഈ കേസിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ശരണ്യയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതാണല്ലേ, ഞങ്ങൾ വിചാരിച്ചു അവർക്ക് വേണ്ടി വാദിക്കാൻ വന്നതാണെന്ന്, തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടണം, ഇനി ഇങ്ങനെ ഒരു ഗതി ഒരു പെൺകുട്ടികൾക്കും ഒരു മക്കൾക്കും വരാൻ പാടില്ല, അത് അച്ഛനമ്മമാർക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ്, എന്തായാലും മോള് വന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെന്ന് മനസ്സിലായി, അതുകൊണ്ട് ശരണ്യയെ കയറി കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ശരണ്യയെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അലീന പോകുന്നുണ്ട്. അങ്ങനെ മുറിയിലെത്തിയ ഉടനെ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ശരണ്യ നിൽക്കുന്നത്. അത് കണ്ടപ്പോൾ അലീനക്ക് വളരെ സങ്കടം തോന്നി. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ശരണ്യയെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നുണ്ട്. ഞാൻ ആദ്യം നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്, ഇതിൽ എൻ്റെ ആങ്ങളെയും ഒരു പങ്കുകാരനായിട്ടുണ്ട്, പക്ഷേ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, ആ കാര്യം അവിടെ നടന്ന കാര്യവും ഒക്കെ ചോദിക്കാനും അവൻ്റെ ഭാഗത്തുള്ള ആ ഒരു കാര്യവും തുറന്ന് പറയാനാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ആങ്ങളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, അവന് അവിടെ എന്നെ ചതിക്കാനായിട്ട് കൊണ്ടുപോയിട്ടുള്ള ഹരിയും പിന്നെ വേറെ 2 ഫ്രണ്ട്സുമാണ് ഉണ്ടായിരുന്നത്, ഒരു മിന്നായം പോലെ വേറൊരാൾ വരുന്നത് കണ്ടു, പക്ഷെ അവരുടെ മുഖമൊന്നും എനിക്ക് വ്യക്തമല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ ഹരിയേട്ടൻ കൊണ്ടുപോയത്, ഹരിയേട്ടൻ എന്നൊന്നും ഇനി വിളിക്കാൻ പാടില്ല, ആ മനസാക്ഷി ഇല്ലാത്തവൻ എന്നെ കൊണ്ടുപോയത്, എന്നിട്ട് എനിക്ക് എന്തൊക്കെയോ വെള്ളത്തിൽ മായം കലർത്തിയ വെള്ളമൊക്കെ എനിക്ക് തന്നിട്ട് എന്നെ മയക്കി കിടത്തുകയായിരുന്നു, എന്നിട്ട് അവരെന്നെ ഉപദ്രവിച്ചു ചേച്ചി, എന്നെ വേണ്ടാത്തതൊക്കെ ചെയ്തു ചേച്ചി, ഇനി എനിക്കൊരു ജീവിതം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, തെറ്റ് ചെയ്തത് ആരൊക്കെയാണോ അവരൊക്കെ നമുക്ക് ഒന്നിച്ച് നിന്നിട്ട് പോരാടിയിട്ട് ശിക്ഷ കൊടുക്കണം, അതിൻ്റെ തെറ്റ് ചെയ്തവരൊരിക്കലും, അതിനിപ്പോൾ എൻ്റെ ആങ്ങളെയായാൽ പോലും ഞാനൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ശരണ്യയ്ക്ക് നേരിയൊരു ആശ്വാസം തോന്നുകയാണ്. അപ്പോൾ നമ്മുടെ രോഹിത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, അവനെ എന്തായാലും ആ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും ആ ഒരു ഇതിൽ ഭാഗമായി എന്നുള്ള ആ ഒരു ചെറിയൊരു വിഷമവും കാര്യവും ഒക്കെ അവൻ്റെ മനസ്സിലുണ്ട്, അതുകൊണ്ട് തന്നെ നീ മോള് അവനെ ഇറക്കാനും അവൻ്റെ നിരപരാധിത്വം എന്താണ് എന്നുള്ളത് തെളിയിക്കാനും കൂടെ നിൽക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും അതിൽ തെറ്റ് ചെയ്തത് ഹരിയാണെന്നുള്ളതും എനിക്ക് 100% ഉറപ്പുണ്ടായത് കൊണ്ട് തന്നെ ചേച്ചി പറയുന്ന ഏത് കാര്യത്തിനും ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് എൻ്റെ കൂടെ നമ്മുടെ രോഹിത്തിനെ കാണാൻ വന്ന് നീ ഒന്ന് കൂടെ വരുമോ, സ്റ്റേഷൻ വരെ വരുമോ, നമുക്ക് മാസ്ക് ധരിച്ചൊക്കെ ഇതാക്കിയിട്ട് ആരും അറിയാത്ത രീതിയിൽ നമുക്ക് പോകാം, നീ എൻ്റെ കൂടെ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെന്താ ഞാൻ വരാമല്ലോ, എനിക്ക് എന്നെ നശിപ്പിച്ച ശത്രുക്കളെ ഇല്ലാതാക്കണം, ആ ഒരു പക മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്, അവരെ ഒന്ന് എനിക്ക് നേരിട്ട് കാണണമെന്നുണ്ട്, ജയിലിൽ കിടക്കുന്നത് എനിക്കൊരു ആ കാഴ്ച എനിക്ക് നേരിട്ട് കാണണമെന്നുണ്ട്, എന്തായാലും ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അലീനയുടെ കൂടെ പോവുകയാണ്. അങ്ങനെ രോഹിത്തിനെ കണ്ടിട്ട് രോഹിത്ത് കണ്ട ഉടനെ തന്നെ മാപ്പ് ശരണ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ശരണ്യയുടെ അടുത്തോട്ട് വരികയാണ്. അങ്ങനെ അവിടെ നടന്നത് എന്താണ് എന്നുള്ളത് രോഹിത്ത് നമ്മുടെ ശരണ്യയോടും അലീനയോടും തുറന്ന് പറയുന്ന സമയത്ത് ശരണ്യ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ആ ഒരു സമയത്ത് അലീന ചേച്ചിയുടെ മുഖമാണ് ഓർമ്മ വന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തെറ്റിലേക്കും പോയിട്ടില്ല, ശരണ്യെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, നിന്നെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല, ആ ചെറ്റകളാണ് എല്ലാ തെറ്റും ചെയ്തിട്ടുള്ളത്, നിന്നെ ആ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നുകയായിരുന്നു, ഞാൻ ആദ്യം ആലോചിച്ചത് ബബിതയെക്കുറിച്ചായിരുന്നു, എനിക്കും ഇങ്ങനെ ഒരു പെങ്ങളുണ്ടല്ലോ എന്നായിരുന്നു, ആ ഒരു സമയത്ത് എന്നെക്കൊണ്ട് അവർ നിർബന്ധിപ്പിച്ച് മദ്യം കുടിപ്പിക്കുകയായിരുന്നു, ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, ഭ്രാന്ത് പിടിക്കുന്നത് പോലെയായിരുന്നു, പിന്നെ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോരുകയായിരുന്നു, അപ്പോഴേക്കും എൻ്റെ നിയന്ത്രണമാകെ നഷ്ടപ്പെട്ടിരുന്നു, സ്വബോധമില്ലാത്ത അവസ്ഥയിൽ ായിരുന്നു, അതുകൊണ്ട് എന്താ നടന്നത് എന്നുള്ളത് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതും എനിക്കറിയില്ല, ഞാൻ അപ്പോഴേക്കും അവിടെ നിന്ന് പോന്നിരുന്നു എന്നൊക്കെ പറയുകയാണ്.
രോഹിത്ത്. അപ്പോൾ ആ സമയത്ത് ശരണ്യ പറയുന്നുണ്ട്, അവിടെ നടന്നത് എന്താണെന്നുള്ളത് എനിക്ക് ചെറുതായിട്ട് ഓർമ്മയൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തിരിച്ച് നിയന്ത്രിക്കാൻ പറ്റാത്തയും എതിർക്കാൻ പറ്റാത്തയും അവസ്ഥയായിരുന്നു. ആ രീതിയിൽ അവരെന്നെ അങ്ങനെ ആക്കിയിരുന്നു. അവൻ്റെ കൂടെയുള്ള ഓരോരുത്തരുടെയും മുഖം എനിക്ക് വ്യക്തമായിട്ട് പരിചയമുണ്ട്. പിന്നെ അവരെ ഒന്ന് നേരിട്ട് കാണാനും കൂടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുകയാണ് ശരണ്യ. അപ്പോൾ ഒരു സമയത്ത് നമ്മുടെ രോഹിത് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വെറുതെ വിടാൻ വേണ്ടിയിട്ട്, നിരപരാധിത്വം തെളിയിച്ച് എന്നെ വിടാൻ വേണ്ടിയിട്ട് നീയും എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപേക്ഷിക്കുകയാണ് രോഹിത്.